ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മൗത്ത് ബ്രീത്തിങ് വേഴ്സസ് നേസൽ ബ്രീത്തിങ്. ബ്രീത്തിങ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വി ഡു. നമുക്ക് വേണമെങ്കിൽ ദിവസങ്ങളോളം ഫുഡോ അല്ലെങ്കിൽ വെള്ളമോ ഇല്ലാണ്ട് ജീവിക്കാം. പക്ഷേ എയർ ഇല്ലാണ്ട് നമുക്ക് വളരെ ചുരുങ്ങിയ നിമിഷം മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ. പക്ഷെ ഇത്രയൊക്കെ ആണെങ്കിലും ഈ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്തി നേസൽ ബ്രീത്തിങ്ങിനെ പറ്റി പലരും അത്ര ബോധ്യന്മാരല്ല. ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് ഒരു 40-50% ഓഫ് സ്കൂൾ ഗോയിങ് ചിൽഡ്രൻസ് ആർ മൗത്ത് ബ്രീത്തേഴ്സ്. പക്ഷെ ഒരു കുട്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാത്രം വായിക്കോട് ബ്രീത്ത് ചെയ്യുന്ന കണ്ടിട്ട് പല പേരൻസിനും അതൊരു മോശം ഹാബിറ്റാണെന്നുള്ള ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഹ്യൂമൻ ബോഡി ഈസ് ബിൽറ്റ് ഫോർ നേസൽ ബ്രീത്തിങ്. നമ്മൾ മൂക്കോട് ബ്രീത്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന എയറിലുള്ള ഈ അലർജി ക്രിയേറ്റർ പോളൻ, ഡസ്റ്റ്, പൊല്യൂട്ടഡ് എയർ, ബാക്ടീരിയ, വൈറസ് എല്ലാം ഇവിടെ ഫിൽട്ടർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ എയർ നമ്മുടെ ഈ സൈനസുകളുണ്ട്, മാക്സിലറി സൈനസ്, എത്മോയ്ഡ് സൈനസ്, ഇതിനകത്ത് നൈട്രിക് ഓക്സിജൻ എന്നുള്ള ഗ്യാസുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഓക്സിജൻ അബ്സോർപ്ഷൻ ഭയങ്കരമായിട്ട് കൂടും, ഇമ്മ്യൂണിറ്റിയും ഭയങ്കരമായിട്ട് കൂടും. അത് പോരാണ്ട് ഈ നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ ആൻഡ് ആൻറ്റി ഫംഗൽ. അപ്പോൾ ഈ മൗത്ത് ബ്രീത്തിങ് ഉള്ള കുട്ടികളിൽ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് മിസ് ചെയ്യുന്നത്. അവർ ഇൻഹേൽ ചെയ്യുന്ന എയർ സ്ട്രേറ്റ് വിറ്റ് പോയിട്ട് ലങ്സ്, അതോ അവർ ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഒരു 2 ആഴ്ചയിലേക്ക് നമ്മുടെ ലങ്സിൽ നിന്നും പുറത്തേക്ക് ഫ്രഷ് ആയിട്ട് പോകാം. അപ്പോൾ ഇന്നൊക്കെ പല കുട്ടികളിലും കാണുന്ന ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അലർജീസ്, ചെസ്റ്റ് ഇൻഫെക്ഷൻ, ഇതിൻ്റെയൊക്കെ പലതിൻ്റെ റൂട്ട് കോസ് ഈ മൗത്ത് ബ്രീത്തിങ് ആണ്. അപ്പോൾ ഈ മൗത്ത് ബ്രീത്തിങ് കൺട്രോൾ ചെയ്ത് നമുക്കൊരു പേഷ്യൻറ്റിനെ ഒരു മൗത്ത് ബ്രീത്തിങ് നേസൽ ബ്രീത്തിങ് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിംറ്റംസിലൊക്കെ കാര്യമായിട്ടുള്ള കുറവ് നമുക്ക് കാണാൻ സാധിക്കും.